സേതുരാമയ്യർ, പുട്ടുറുമീസ്, ബാലൻ മാഷ്, മാട, അശോക് രാജ്, മനു, ബഷീർ തുടങ്ങി മമ്മൂട്ടി അവതരിപ്പിച്ചിട്ടുള്ള കഥാപാത്രങ്ങൾ, ആ കഥാപാത്രങ്ങളെ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ കൊത്തി മമ്മൂട്ടിയുടെ രൂപം നമുക്ക് മുന്നിൽ എത്തിച്ചിട്ടുള്ള കലാകാരൻ നിസാർ ഇബ്രാഹിമാണ് നമ്മളെ അമ്പരപ്പിച്ചിട്ടുള്ളത്. എന്താണ് നിസാർ കാണുന്നത്? മമ്മൂക്കയുടെ ഒരു 58 കഥാപാത്രങ്ങൾ, ഓൾമോസ്റ്റ് 50 വർഷമാണ് നമുക്കിപ്പോൾ സിനിമയിൽ വന്നിട്ട് എന്നുള്ളതാണ്. മമ്മൂക്കുള്ള ഒരു ട്രിബ്യൂട്ട് ഉള്ള രീതിയിലാണ് ഇത് ചെയ്തത്. എത്ര നാളത്തെ എഫേർട്ടാണിത്? ഇത് ആക്ച്വലി ഒരു തുടർച്ചയായിട്ട് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തതല്ല, എന്നാൽ പോലും ഒരു മാസം കുറച്ചായിട്ട് ഈ പറഞ്ഞ ഇതിൻ്റെ ഒരു മെഷർമെൻറ്റ്സിൻ്റെ ഒരു പ്രൊപ്പോർഷൻ്റെ ഒക്കെ ഒരു കാര്യമുണ്ട്. കാരണം നമ്മൾ ഈ ഓരോ പീസിൻ്റെയും സൈസിനനുസരിച്ച് പേരുകൾ അറേഞ്ച് ചെയ്യുക, കഥാപാത്രങ്ങൾ അത്രയും നമുക്ക് റെലവൻ്റ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ കണ്ടെത്തിയിട്ട് അതിനെ ഇൻസേർട്ട് ചെയ്യുക എന്നുള്ള സംഭവം, അതിനനുസരിച്ച് രൂപവും കൂടി വരുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൽ കഥാപാത്രങ്ങളുടെ സെലക്ഷനും പേരുകൾ ആളുകൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള അങ്ങനെ ഇത്രയധികം കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള ഒരു നടനാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലും ശ്രദ്ധ വരും. അതെ, ആക്ച്വലി അത് നമ്മൾ അന്വേഷിക്കുമ്പോൾ മമ്മൂക്കയുടെ ഒരു ഭൂരിപക്ഷം കഥാപാത്രങ്ങൾക്കും അതിൻ്റേതായ റെലവൻസും അതിൻ്റേതായ ഇൻഡിവിജ്വാലിറ്റിയും ജെന്യൂനിറ്റിയും ഉള്ള കഥാപാത്രങ്ങളാണ് ഭൂരിപക്ഷം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലായി. എന്നിട്ട് അതിൽ നിന്നും 58 എണ്ണം തിരഞ്ഞെടുത്ത് ഇനിയും എത്രയോ കഥാപാത്രങ്ങൾ നമുക്കിതിൽ ഉൾപ്പെടുത്താൻ പറ്റാതെ പോയവയുണ്ട്. ഇത് ഈ ഫ്രണ്ടിൽ ചെയ്തിരിക്കുന്ന നമ്മൾ ആസിഡിൽ എച്ച് ചെയ്തിരിക്കുന്നത്, സ്റ്റെയിൻലെസ് സ്റ്റീലിൽ നമ്മൾ ആ ഭാഗം മാത്രം ആസിഡിൽ എച്ച് ചെയ്ത് മാറ്റിയിട്ടാണ് ഇതിന് ബ്ലാക്ക് ഫില്ല് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഷേപ്പിനനുസരിച്ച് നമ്മൾ ഇതിന് ഹൈറ്റുകളെ ഏറ്റക്കുറച്ചിൽ വെച്ചിരിക്കുന്നുള്ളൂ. അതൊരു ബ്യൂട്ടിയുടെ ഭാഗം എന്നുള്ള രീതിയിൽ അത് ചെയ്തിരിക്കുന്നത്. ഇത് ഇപ്പോൾ ഒരു മാസത്തോളം നീണ്ട വർക്ക്. എത്രയാണ് ഇതിൻ്റെ വെയിറ്റ്? എങ്ങനെയാണ് ഇത് നാട്ടിലെത്തിക്കുന്നത്? ഒരു 20 കിലോ വെയിറ്റ് ഉണ്ടാവും. പാക്കിംഗ് ഒക്കെ വരുന്നത് ഇപ്പോൾ തന്നെ ഇതിന് 15+ ഉണ്ട്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് എത്തിക്കണം എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് അതിലെത്തുന്നത്. മമ്മൂട്ടിക്ക് നേരിട്ട് സമർപ്പിച്ച ഈ ശില്പം ഇനിയിപ്പോൾ നാട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ ഏൽപ്പിക്കാൻ ഇദ്ദേഹം തയ്യാറെടുക്കുകയാണ്. ആ ഒരു സന്തോഷം എങ്ങനെയാണ്? ബഹുമാനത്തോടെയും വാത്സല്യത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം ഇതിനെ കണ്ടത് എന്നുള്ളൊരു വലിയ സന്തോഷമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അത് നേരിട്ട് തന്നെ അവിടെ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു ദൗത്യം. അഭിനയത്തിൻ്റെ ശിലാരൂപങ്ങൾ പോലെ തന്നെയാണ് ഇത്രയും സുന്ദരമായിട്ടുള്ള ശില്പങ്ങൾ ഉണ്ടാകുന്നത്. വളരെയധികം സന്തോഷം. താങ്ക് യു.